പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ കൺവെൻഷൻ ഇന്ന് ഒരുമിച്ച് ആയിരിക്കാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മുറ്റം ഈ കൺവെൻഷന് വേണ്ടി ഒരുക്കത്തതായ ജെയിംസ് അങ്കിൾ ഇന്നത്തെ യോഗം ലീഡ് ചെയ്യുന്നതായിരിക്കുന്ന അനീഷ് കട്ടപ്പന പാസ്റ്റർ, അതുപോലെ വേദിയിലായിരിക്കുന്ന കെ വി മാത്യു അവറുകൾ, ഷാലോമിന്റെ ഗായിക സംഘമായിരിക്കുന്ന സേബ, അതുപോലെ തന്നെ ജോർജ് ചയൻ, ഷാലോ, ഈ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു. അതുപോലെ ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. പക്ഷേ ഈ കൺവെൻഷൻ നേരത്തെ ക്രമീകരിക്കുകയും അതുപോലെ തന്നെ നോട്ടീസൊക്കെ അടിച്ച് വിതരണമൊക്കെ ചെയ്തതുകൊണ്ട് ആണ് എനിക്കിന്ന് ശരിക്കും പറഞ്ഞാൽ വരാനായിട്ട് കഴിഞ്ഞത്. കാരണം കഴിഞ്ഞ ബുധനാഴ്ച ഒരു ഓപ്പറേഷൻ പള്ളിയുടെ ഈ ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നു. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് അല്പസമയം റെസ്റ്റൊക്കെ എടുക്കേണ്ടതായ സമയമാണ്. എന്നാൽ ഇങ്ങനൊരു കാര്യം വളരെ ക്രമീകരിച്ചപ്പോൾ നിശ്ചയമായിട്ട് വരാതിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നതായിരിക്കുന്ന വിഷയം 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13, 14, 15, 16, 17, 18 വാക്യങ്ങൾ, 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസനാണ് നമ്മുടെ അജയ് പാസ്റ്റർ. ഇവിടെ പല മീറ്റിങ്ങുകൾ ക്രമീകരിക്കുകയും എന്നെ വിളിക്കുകയും ഒരുമിച്ച് ദൈവവചനം സംസാരിപ്പാനൊക്കെ ദൈവം അവകാശം തന്നു. തൻ്റെ ഇതിന് പിന്നിൽ വളരെ അധ്വാനങ്ങളുണ്ട്, തൻ്റെ കുടുംബത്തിന്റെ വളരെ പ്രാർത്ഥനയുണ്ട്. എല്ലാത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഈ നാളുകളിൽ പല വേദികൾ ഒരുക്കുവാനും അനേകരുടെ കർത്താവിന്റെ വചനം പറയുവാനും ഒക്കെ കർത്താവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തനിക്ക് ദൈവം ഏൽപ്പിച്ച മിനിസ്ട്രി ദൈവം ധാരാളമായി എല്ലാം അനുഗ്രഹിക്കട്ടെ. ആ വേദഭാഗം എടുത്തവർക്ക് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രമുള്ളവരെ കുറിച്ച് അറിവില്ലാതിരിക്കേണ്ടതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷം വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർ മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിന്റെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണം, ഈ ദേശത്തോട് സംസാരിക്കണമേ. ഈ വചനം അനേകർക്ക് അനുഗ്രഹവും മാനസാന്തരത്തിന് കാരണമാക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചന ഭാഗമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ഇന്ന് രാത്രി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചാണ്. കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങി വരവ് മാത്രമല്ല, വിശുദ്ധന്മാരുടെ പ്രത്യാശയെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ
തന്റെ ലേഖനത്തിൽ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വളരെ ദുഃഖകരമായ ചില കാര്യങ്ങൾ എന്നതുപോലെയാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം മരിച്ചുപോയ ആളുകളെ കുറിച്ച് അന്നത്തെ തെസ്സലോനിക്ക സഭയിലുള്ള ദൈവമക്കൾ വളരെ പ്രത്യാശയോടുകൂടി കർത്താവിന് മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയും എന്നാൽ അവരിൽ ഭക്തരായിരിക്കുന്ന ധാരാളം ആളുകൾ മരിച്ചു പോവുകയും ചെയ്തപ്പോൾ പ്രിയമുള്ളവരുടെ ഉള്ളിൽ ഉണ്ടായ അവിടെ ശേഷിക്കുന്നതായിരിക്കുന്ന ആളുകളുടെ അകത്തുണ്ടായിരിക്കുന്ന വലിയ നൊമ്പരത്തിന് മറുപടിയായി പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ സംസാരിക്കുന്ന കാര്യമാണ്. ഇത് നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു മരണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്, മരിച്ചു പോയവരെ കുറിച്ചാണ്. മരിച്ചു പോയവരെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ ലോകത്ത് നടക്കുകയാണ്. 150 വർഷമെങ്കിലും ജീവിക്കാൻ ഉള്ള ചില പരീക്ഷണങ്ങളൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് മരണമില്ലാത്തവനായി ജീവിക്കാനുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരിക്കുന്ന ഇലോൺ മസ്ക്, അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ, അദ്ദേഹം ഒരുപാട് പൈസകൾ ഇതിനു വേണ്ടി മുടക്കുന്നുണ്ട് മരണമില്ലാത്ത മനുഷ്യന് വേണ്ടിയിട്ട്. കാരണം ലോകത്തിൽ ജനിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ മനുഷ്യരും തന്നെ മരിക്കാൻ ആഗ്രഹിക്കാത്തവരാണ്, ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ കർത്താവിന്റെ തിരുവചനം ഓർപ്പിക്കുന്നതായ കാര്യം മരണം ഉണ്ട് എന്നതാണ്. മരണം ഒരിക്കലുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ദുഃഖവും ഉണ്ട് എന്നുള്ളതാണ്. അതെ, മരണം ഒരു കുടുംബത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ പലരും, നമ്മൾ സ്നേഹിക്കുന്ന പലരും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പലരും ഒക്കെ മരിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. വേദന, വളരെ മധുരകരമായ ഓർമ്മകൾ അവരെ കുറിച്ച് നമുക്കുള്ളപ്പോൾ തന്നെ നമുക്ക് വലിയൊരു ദുഃഖമുണ്ട്. അവർ നമ്മെ വിട്ട് പോയതിൽ വലിയൊരു ദുഃഖമുണ്ട്. എന്നാൽ കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു ദൈവവൈതൽ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവിടെ പ്രത്യാശ എന്താണ് എന്നുള്ളതിനെ കുറിച്ച്, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ കുറിച്ച് അധികമായി ദുഃഖിക്കാതിരിക്കേണ്ടതിന് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ലേഖനമാണ് ഈ ഭാഗം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞതുപോലെ ഈ ലോകം ഒരു സ്ഥിരം അല്ല. നമ്മൾ ആരും ഇവിടുത്തെ സ്ഥിരവാസക്കാരല്ല. നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കുന്ന വീടുകൾ, നമ്മള് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതായ കാര്യം, ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹം മനോഹരമായ ഒരു ഭവനം വെച്ചു. വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ ജീവിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ നല്ലൊരു വീടൊക്കെ വെച്ചു. അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷെ വീടൊക്കെ വെച്ച് താമസിച്ച് അല്പ നാളുകൾക്കകത്ത്, നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല, അദ്ദേഹം ജീവിച്ചത് ഒരു സാധാരണ വീട്ടിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി വെച്ചതായിരിക്കുന്ന വീട്ടിൽ ഞാൻ പോയി കണ്ടപ്പോൾ വളരെ വിശാലമായിരിക്കുന്ന ഒരു വീടാണ്. പക്ഷെ ആ വീട്ടിൽ അദ്ദേഹത്തിന് അധികകാലം താമസിക്കാൻ കഴിഞ്ഞില്ല. അകാലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ആയുസ് പൊലിഞ്ഞുപോയി. പ്രിയമുള്ളവരെ, നമ്മള് വളരെ പ്രതീക്ഷയോടുകൂടെ വിൽക്കുന്നതായിരിക്കുന്ന പല ഭവനങ്ങൾ, വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മൾ കയറി താമസം വയ്ക്കാറുണ്ട്. പലയിടത്ത് അതുപോലെ തന്നെ ഭവന പ്രദേശം നടത്താറുണ്ട്. ചിലപ്പോൾ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ, ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ പാലുകാച്ചൊക്കെ നടത്താറുണ്ട്. പക്ഷേ ആ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ, താമസത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ, ഒരു വീട് പണിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഇതാണ്: ആ ഭവനം നമ്മളുടെ സ്ഥിരവാസം അല്ല. ആ ഭവനം ഒരിക്കൽ നമ്മൾ വിട്ട് പോകേണ്ടി വരും. എന്നേക്കുമായ ഒരു ഭവനത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച മനോഹരമായ ഒരു ഭവനം പണിതിട്ട് അതിനകത്ത് ചിലപ്പോൾ നമ്മുടെ ജീവനറ്റതായിരിക്കുന്ന ശരീരം കിടക്കുന്നത് ഒരുപക്ഷെ നമ്മൾ കാണുകയില്ല എങ്കിലും മറ്റുള്ളവർ ഒരുപക്ഷെ കണ്ടെന്ന് വരും. ഇത് പറയുന്നതായ കാര്യം ഇതാണ്: നമ്മളിവിടെ സ്ഥിരവാസക്കാരല്ല, അന്യരും പരദേശികളുമാണ്. യാക്കോബിന്റെ ഭാഷയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾ, ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും, ഓരോ വർഷങ്ങളുടെ ജന്മദിനങ്ങൾ അല്ലെങ്കിൽ ജന്മവർഷങ്ങൾ ആഘോഷിക്കുന്ന ധാരാളം ആളുകളെ ഞാൻ കാണാറുണ്ട്. കേക്ക് മുറിച്ചൊക്കെ ആഘോഷിക്കുന്നവര്, 60 വയസ്സാകുമ്പോൾ ഷഷ്ടിപൂർത്തി നടത്തുന്നവര്,
ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ ഒരു കാര്യം ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അങ്ങേയറ്റം വരെ ജീവിച്ചാൽ 80 വയസ്സ് വരെ ജീവിച്ചാൽ പോലും 30,000 ദിവസങ്ങൾ നമുക്ക് തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഈ രാത്രിയിൽ ദേശക്കാരോട് പറയുവാനുള്ള ഒരു മഹത്തായ സന്ദേശം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നമ്മൾ എന്ത് ഒരുക്കി വെച്ചാലും, എത്രമാത്രം നമ്മൾ എന്തെല്ലാം ഇവിടെ പണിത് ഒരുക്കിയാലും, പ്രിയമുള്ളവരെ, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഇവിടെ വിട്ട് നമ്മൾ പോകേണ്ടി വരും. പക്ഷെ നമുക്ക് ശാശ്വതമായ ഒരു ഭവനം സ്വർഗത്തിൽ പണിയുന്നുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതിന് പണി തീർന്നിട്ട് വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്നാണ് കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തം. നമ്മുടെ കർത്താവ് താമസിക്കുന്നതിന്റെ കാര്യം, രക്ഷയുടെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എത്രയോ ആയിരങ്ങൾ ലക്ഷങ്ങളാണ് ഈ ലോകത്തെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നത്. എത്രയോ ആളുകളാണ് രക്ഷിക്കപ്പെടുന്നത്, എത്രയോ ആളുകളാണ് സ്വർഗത്തിന്റെ ആ പൗരത്വം പ്രാപിക്കുന്നവര്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഭവനത്തിന്റെ പണി സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടുന്ന പണി സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മനാഥൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമെന്ന് പറയാറുണ്ട്. ആമേൻ. ചില കർത്തദാസന്മാരും ദൈവമക്കളൊക്കെ കർത്താവായ യേശുവേ വരണമെന്നാണ് ഞാൻ പറയാറുള്ളത്. പക്ഷെ ഞാൻ പറയാറുണ്ട്, വേഗം വരണം. കാരണം നമ്മുടെ കർത്താവിന്റെ അടുത്ത് പോകാനുള്ള വലിയൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കഷ്ടം നിറഞ്ഞതായിരിക്കുന്ന ഭൂമിയിൽ, നഷ്ടം നിറഞ്ഞതായിരിക്കുന്ന ഭൂമിയിൽ, അതിക്രമം നിറഞ്ഞതായിരിക്കുന്ന ഭൂമിയിൽ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ, ടിവിയിലൂടെ കാണുന്ന വാർത്തകൾ കണ്ടിട്ട് നെച്ചു നുറുങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ, പലപ്പോഴും ഒരു വാർത്ത പൂർത്തിയാക്കാതെ അത് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കുന്ന ചില അനുഭവങ്ങൾ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, യേശു കർത്താവിന്റെ മടങ്ങി വരവ് എത്രയും പെട്ടെന്നുണ്ട്. വലിയ ഒരു പ്രത്യാശയോടുകൂടെ ഈ ജീവിതത്തിൽ ജീവിക്കുവാൻ, യേശുക്രിസ്തുവിന് ആ ജീവിതത്തെ സമർപ്പിക്കുക, ഒരു വലിയ പ്രത്യാശയുണ്ട്. പ്രിയ സഹോദര, നിരാശ മാറും, വേദനകൾ മാറും, താങ്കളുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകൾ മാറും. യേശു കർത്താവിലേക്ക് വന്നാൽ, ക്രൂശിലേക്ക് വന്നാൽ, ഞാൻ ആ ഭാഗത്തെ കുറിച്ച് പിന്നീട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ ഭാരതത്തിന്റെ പൗരത്വത്തിൽ നമ്മൾ വളരെ അഭിമാനിക്കുന്ന പ്രിയമുള്ളവരാണ്. നമ്മുടെ ഭാരതത്തെ കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകളിൽ, നമ്മുടെ ഭാരതത്തെ കുറിച്ചുള്ള ചിന്തകളിൽ നമ്മൾ വളരെ ജ്വലിക്കുന്നവരാണ്. നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ആരെങ്കിലും വളരെ എന്തെങ്കിലും നിലയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത നിലയിൽ സംസാരിച്ചാൽ നമ്മൾ ശക്തമായി പ്രതികരിക്കുന്നവരാണ്. രാജ്യസ്നേഹം നമുക്ക് ഉള്ളവരാണ്. എന്നാൽ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ ശരീരം വിട്ടുപോയതിനു ശേഷം നമുക്കുള്ള ശാശ്വതമായിരിക്കുന്ന പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാകുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുക്കപ്പെടാൻ തയ്യാറാണോ? കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാണോ? അഥവാ ഒരു കാര്യം, ഇന്ന് കാഹളം ധ്വനിച്ചാൽ ഇന്ന് പോകാൻ റെഡിയായിരിക്കുന്നവര്, ആമേൻ, ആ റെഡിയായിരിക്കുന്ന സാഹചര്യമുണ്ടോ? പ്രിയമുള്ളവരെ, അങ്ങനെ ഇല്ലാത്തവര് അതിനുവേണ്ടി ഒരുങ്ങണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ വലിയ വീടും വലിയ സ്വത്തുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ ഒരു കാര്യമില്ല, മക്കൾക്ക് വേണ്ടി, അവരുടെ തലമുറകൾക്ക് വേണ്ടി ഇട്ട് മൂടാനുള്ളതായിരിക്കുന്ന സ്വത്തുക്കൾ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ വെച്ചു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഭൂമി എല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഇങ്ങനെ കണ്ടു, ഗുജറാത്തിലുള്ള ഒരു ഭൂമി കുലുക്കത്തിൽ അന്നത്തെ ഒരു കാലഘട്ടത്തെ ഞാൻ കണ്ടു. 7 നില കെട്ടിടം ഭൂമിക്കടിയിലൂടെ താണു പോയിട്ട് അതിൽ ഏറ്റവും മുകളിൽ ഒഴിക്കുന്ന ഒരു കെട്ടിടം എല്ലാം പോയിട്ട് അതിന്റെ തലപ്പം മാത്രം ഇങ്ങനെ ഭൂമിയുടെ മേളിൽ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകുമ്പോൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നതും, കർത്താവിന് വേണ്ടി നിൽക്കുന്നതും,
കർത്താവിന് വേണ്ടി സാക്ഷിയായിരിക്കുന്നതുമാണ് നമുക്ക് സ്വർഗത്തിലുള്ളതെന്നുള്ള കാര്യം ഇന്ന് രാത്രി ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Praise the Lord. ഇനി ഈ ഭൂമി ശാശ്വതമല്ല എന്ന് വേദപുസ്തകം മാത്രമല്ല പറയുന്നത്, ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരു സ്ഥലത്ത് കൺവെൻഷന് വന്ന് സംസാരിച്ചപ്പോൾ അന്ന് കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് അന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നില്ല, കാരണം ഞാൻ വേറെ മെസ്സേജാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമി വളരെ അന്ത്യത്തിലേക്ക് പോകുകയാണ്. ഈ ഭൂമി അന്ത്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഭൂമിക്ക് വെളിച്ചവും ചൂടും നൽകാൻ ദൈവം കൃത്യമായി ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെയായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒന്നാണ് സൂര്യൻ എന്ന് പറയുന്നത്. നോക്കിയേ, 23 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഭൂമിയിൽ കൃത്യമായിട്ടുള്ള നിലയിൽ ചൂടും വെളിച്ചവും ഉണ്ടാകേണ്ടതിന്, ഈ ഭൂമി ഐശ്വര്യകട്ടയ്ക്കകത്ത് മൂടിപ്പോകാതിരിക്കേണ്ടതിന് എന്തുമാത്രം ക്രമീകരണങ്ങൾ, തുല്യമായിട്ടുള്ള ചൂട്. കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് ജില്ലയിലുണ്ടാകുന്ന ടിവിയിൽ വാർത്ത കാണുകയാണ്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 49.8 ഡിഗ്രി ചൂടാണ് എന്ന് പറഞ്ഞാൽ ആ ചൂട് പോലും സഹിക്കാനായിട്ട് മനുഷ്യന് പറ്റുന്നില്ല. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമ്മള് പലരും വേർത്ത് ഇവിടെ ഇരിപ്പുണ്ട്, ഞാനും വേർക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവം എത്ര കൃത്യമായിട്ടാണ് ഈ ഭൂമിയെ അതിന്റെ അച്ചുതണ്ടിൽ ഉറപ്പിച്ച് ഇങ്ങനെ ചുറ്റുന്നത്. സൂര്യൻ എത്ര കൃത്യമായിട്ടാണ് ദൈവം അതിനെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അത് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ദൈവത്തെ പോലെ ഒരു എഞ്ചിനീയർ ഉണ്ടാകുകയുമില്ല. സകലവും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ, അനന്തമായി കിടക്കുന്ന പ്രപഞ്ചത്തിന്റെ അതിരുകൾ ഇന്ന് വരെ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ജെയിംസ് ദൂരദർശിനി ഇങ്ങനെ ബഹിരാകാശത്തിൽ ഇരിക്കുകയാണ്, പക്ഷെ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല അതിരുകൾ. അതുപോലെ തന്നെ ഭൂമിക്ക് മുകളിൽ നിൽക്കുന്നതായിരിക്കുന്ന 500 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്നതായിരിക്കുന്ന ഹബിൾസ് എന്ന് പറയുന്നതായ ദൂരദർശിനി, ഇതിലൊന്നും ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ അതിര് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ വളർന്നു കിടക്കുന്ന അവിടെ പറയുന്ന മാത്രമേ ഉള്ളൂ, ഇത് കിടക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അതിരും കണ്ടെത്തുക മാത്രമല്ല, ഈ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ആ ഭാഗം അവിടെ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ വലിയ മഹത്തായിരിക്കുന്ന എഞ്ചിനീയറാണ് നമ്മുടെ സർവശക്തനായിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യവാസ സ്ഥലം എത്രമാത്രം മനോഹരമായിരിക്കും അറിയാമോ? നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വെളിപ്പാട് പുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ള വർണ്ണനകളുണ്ട്. ഞാൻ വിചാരിക്കുകയാണ്, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന വർണ്ണനകൾക്ക് അപ്പുറത്താണ് നമ്മൾ കാണാൻ പോകുന്നത്. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ, മനുഷ്യന് മനസ്സിലാകുന്ന വസ്തുക്കൾ കൊണ്ടാണ് സ്വർഗത്തെ വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തുള്ള ആ കാര്യങ്ങൾ വിശദീകരിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയുടെ പരിമിതിക്കകത്ത് സ്വർഗത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് രംഗപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ഭൂമി ഒരിക്കലും ശാശ്വതമല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം മറക്കരുത്, സൂര്യന്റെ കാര്യമാണ്. സൂര്യൻ കാരണം ഈ ഭൂമി നശിക്കാൻ പോവുകയാണ്. ഭൂമിയിലെ ചൂടും കാരണങ്ങളും മറ്റു കാരണങ്ങളും കൊണ്ട് ഭൂമി നശിക്കുമെന്നൊക്കെ നിരീശ്വരവാദിയായിരിക്കുന്ന ഹോക്കിംഗ് എന്ന് പറയുന്നതായിരിക്കുന്ന ശാസ്ത്രജ്ഞനൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള 100 വർഷം കൂടെ മാത്രമേ ഇവിടെ മനുഷ്യവാസം ഉണ്ടാകുകയുള്ളൂ, ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ. എങ്കിലും ഞാൻ അപ്പുറത്തേക്ക് പോകുകയാണ്. പ്രിയമുള്ളവരെ, സൂര്യന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണ്. സൂര്യനിൽ നമുക്കറിയാം ഹൈഡ്രജൻ കത്തി ഹീലിയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 500 കോടി വർഷങ്ങൾ മാത്രമേ ഇനി ഈ സൂര്യൻ ആയുസുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 500 കോടി വർഷങ്ങളൊന്നും ഇവിടെ ആരും ജീവിച്ചിരിക്കത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു കാരണം, ഈ ഭൂമിക്ക് ഒരു നാശമുണ്ടെന്നും ഈ സൂര്യനൊരു അവസാനമുണ്ടെന്നും
ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിനൊരു അവസാനമുണ്ടെന്നും ശാസ്ത്രം പറയുന്ന കാര്യം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. നമ്മളാരും ആ കാലഘട്ടത്തിൽ ഒന്നും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. പക്ഷേ അതിന്റെ കേന്ദ്രത്തിന്റെ ഇന്ധനം വളരെ വേഗം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കത്തി 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 അത് തീരാൻ പോവുകയാണ്. അങ്ങനെ തീരാറായി കഴിയുമ്പോൾ ഈ ഭൂമി ഒരു വലിയ ചുവന്ന ഭീമൻ രൂപമായി ഈ സൂര്യൻ വളരെ ഒരു ഭീമാകാരമായിട്ട് മാറും. അതൊരു ചക്രവാളം മുഴുവൻ ഇങ്ങനെ വികസിച്ച് ഇങ്ങനെ ബുധനും ശുക്രനുമെല്ലാം അത് വിഴുങ്ങിയിട്ട് അങ്ങനെ ഈ സമുദ്രം മുഴുവൻ വറ്റിപ്പോയിട്ട് ഈ സമുദ്രം മുഴുവൻ വറ്റിപ്പോകും. ഈ ഭൂമിയിൽ ജീവനില്ലാതെ വരും. ഭൂമിക്ക് തീ പിടിച്ച പോലെയാകും. ഒരു വലിയ പാറക്കഷ്ണം പോലെ ഈ മനോഹരമായിരിക്കുന്ന ഭൂമി നമ്മുടെ കഴിഞ്ഞ ദിവസം ബഹിരാകാശത്ത് പോയിരിക്കുന്ന ആ ബഹിരാകാശ സഞ്ചാരികൾ അപ്പോളോ എന്ന് പറഞ്ഞ ചന്ദ്രനിലെ അപ്പോളോ ഉപഗ്രഹത്തിൽ അപ്പോളോ ബഹിരാകാശ വാഹനത്തിലൂടെ പോയ അന്നത്തെ, നിങ്ങൾ പത്രമൊക്കെ വായിക്കണം കേട്ടോ, അന്നത്തെ ഭൂമിയുടെ ചിത്രവും ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എടുത്തതായ ചിത്രവുമായിട്ടുള്ള ഒരു താരതമ്യം ഞാൻ ഇന്നലെ കണ്ടു. അതിങ്ങനെ മാധ്യമങ്ങളിലൂടെ കണ്ടു. പ്രിയമുള്ളവർ, എത്ര മനോഹരമാണെന്നറിയാമോ? ഇന്ന് കാണപ്പെടുന്നതായിരിക്കുന്ന ഭൂമിയൊക്കെ അതെല്ലാം കത്തിക്കരിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. അവസാനം സൂര്യൻ ഭൂമിയെ വിഴുങ്ങുന്ന ഒരു സ്ഥലത്ത് ഒരു സാഹചര്യത്തിലേക്ക് വരും. ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യം ഇതാണ്: ഭൂമി ശൂന്യമായിട്ട് മാറും. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്നറിയാമോ? എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യവാസ സ്ഥലം ശൂന്യമാകുകയില്ല. വിശ്വസിക്കുന്നവർക്ക് അറിവുയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടല്ല പ്രിയമുള്ളവരെ ജീവിക്കേണ്ടത്. നശിച്ചു പോകാത്ത ആ വലിയ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഇന്ന് രാത്രി നമ്മൾ ഒരുങ്ങണം. ആരെങ്കിലും ശബ്ദം കേട്ട് ഒരുങ്ങാമേ? ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവര് ഒരുങ്ങിയിട്ടില്ലാത്തവർ ഒരുങ്ങണമെന്ന് ഇന്ന് രാത്രി ഞാന് കർത്താവിന്റെ സ്നേഹത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞുപോലെ പോകുന്ന കാര്യം, തെസ്സലോനിക്ക വിശ്വാസികൾക്ക് സംഭവിച്ചതായ കാര്യം, കുറെ വിശ്വാസികൾ മരിച്ചുപോയി. ജീവിക്കുന്നവര് വളരെ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള വലിയൊരു ഒരു പ്രയാസം. അവിടെ കാലഘട്ടത്തിലാണോ ഇനി കർത്താവ് വരുന്നത്? ഞങ്ങൾ പ്രതീക്ഷയോടുകൂടെ പ്രത്യാശയോടുകൂടി ആദ്യ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ മാറാ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം ആശ്ലേഷിക്കുമായിരുന്നു. പിന്നെ വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ സ്തോത്രം പറയുന്നത് പോലെ, പ്രേസ്തലോട് പറയുന്നത് പോലെ, അതിനേക്കാൾ ഉപരിയായിട്ട് അവർ പരസ്പരമായി ആലിംഗനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയും: മാറനാഥ, നമ്മുടെ കർത്താവായ യേശു കർത്താവ് വേഗം വരുന്നു. 1-ാം നൂറ്റാണ്ടിലെ പ്രത്യാശ ഇതാണ്: യേശു കർത്താവ് വരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ സംസാരിച്ചു വന്നപ്പോൾ നമ്മുടെ കൺവെൻഷൻ വേദികളിലായിക്കോട്ടെ, മറ്റു വേദി സഭയിലെ ശുശ്രൂഷയിലായിക്കോട്ടെ, കർത്താവിനെ മടങ്ങി വരുന്നതിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ വളരെ വിരളമായിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? മദ്യപാനം ഉപേക്ഷിച്ചത്, മയക്കുമരുന്ന് ഉപേക്ഷിച്ചത്, ഈ ലോകത്തിലെ ഈ മറ്റു മനുഷ്യർ അനുഭവിക്കുന്നതായ എല്ലാ സുഖ സൗകര്യങ്ങൾ അതെല്ലാം വിട്ടിട്ട് കർത്താവിന് വേണ്ടി നിന്ദന അനുഭവിച്ച് ഒറ്റ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന പലരുടെയും ഭവനങ്ങളിൽ പ്രതികൂലങ്ങളാണ്, പ്രശ്നങ്ങളാണ്. ഒളിച്ചു വന്ന് സ്നാനപ്പെട്ടിട്ട് പോയവര് എന്റെ സഭയിലുണ്ട്. പ്രിയമുള്ളവര്, എന്റെ സഭയിൽ ഭർത്താവ് അറിയാതെ വീട്ടുകാരറിയാതെ സ്നാനപ്പെട്ടവർ ഉണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അങ്ങനെ സ്നാനപ്പെട്ടിട്ടുള്ള പലരും അവിടെ കുടുംബമായിട്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. അവര് മറച്ചു വെച്ചു. കാരണം അവര് മൂവാറ്റുപുഴ പോവാണെന്നും ഓർമ്മങ്ങളെന്ന് പോവുകയാണെന്നും ഒക്കെ പറഞ്ഞാൽ പോയി സ്നാനപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം ഇതാണ്. ആമേൻ. അങ്ങനെ സ്നാനപ്പെടാൻ പോലും അവസരമില്ലാതിരുന്ന പ്രിയമുള്ളവര് എത്രമാത്രം കഷ്ടത അനുഭവിച്ചാണെന്നറിയാമോ? ഈ വിശ്വാസത്തിന് വേണ്ടി നിന്നത്. ഇതെല്ലാം ഉപേക്ഷിച്ച് ഈ വിശ്വാസത്തിന് വേണ്ടി നിന്ന് പലപ്പോഴും മർദ്ദനമേൽക്കുന്നവരുണ്ട്. വളരെ 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 മർദ്ദനമേൽക്കുന്നവരുണ്ട്. പ്രാർത്ഥന ആരാധനയ്ക്ക് പോകാൻ സ്വാതന്ത്ര്യമില്ലാത്ത പല പ്രിയമുള്ളവരും വീട്ടിലുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതെല്ലാം നമ്മൾ സഹിക്കുന്നത് ഈ ലോകത്തില് കൊച്ചിന് ജോലി കിട്ടാൻ വേണ്ടിയോ
കുഞ്ഞിന്റെ വിവാഹം നടക്കാൻ വേണ്ടിയോ വീട് കിട്ടാൻ വേണ്ടിയോ നല്ല വീട് കിട്ടാൻ വേണ്ടി കിട്ടുമൊന്നും അല്ല ഈ ഘട്ടം അനുഭവിക്കുന്നത്. നമുക്ക് ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നിത്യതയാണ്. നമ്മുടെ കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഞാൻ തെരുവീതികളിൽ പ്രസംഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ഒന്നാണ് കർത്താവായ യേശു കർത്താവിന്റെ മടങ്ങി വരവ്. തെരുവീതികളിൽ പ്രസംഗിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ആ കാര്യങ്ങൾക്ക് ഒത്തിരി സമയമുണ്ടെങ്കിൽ അങ്ങനെ പ്രസംഗിക്കാറുള്ളൂ. ആമേ, മദ്യത്തെ കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പരസ്യയോഗത്തിലൂടെ പ്രസംഗിക്കുമ്പോൾ തന്നെ ഞാൻ എനിക്ക് കിട്ടുന്നതായിരിക്കുന്ന വീടുകളിൽ കർത്താവിനെ മടങ്ങി വരുന്നതിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. ലോകം നിരാശരാണ്. എന്തുമാത്രം പണമുണ്ടെങ്കിലും നിരാശരാണ് പ്രിയമുള്ളവരെ. എന്തുമാത്രം നമുക്കറിയാം. എത്രയോ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, കാരണം മരിച്ചുപോയവരെ കുറിച്ചുള്ള പേരുകൾ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ ഈ സമീപ മാസങ്ങളിൽ സമീപ വർഷങ്ങളിൽ എത്രയോ 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 മനുഷ്യർ, എത്രയോ കോടീശ്വരന്മാർ, എത്രയോ മലയാളികൾ, എത്രയോ സമ്പന്നർ 14 നില കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് എടുത്തു ചാടിയും അതുപോലെ തന്നെ സ്വന്തമായിട്ട് സ്വയം പിടിപ്പിച്ച് മരിക്കുകയും എന്ന് വേണ്ട എത്രയോ 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 ആത്മഹത്യകൾ നടക്കുകയാണ്. ഞാൻ അവരെ കുറിച്ച് പലരെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അവര് പലരും വെച്ചതായിരിക്കുന്ന വീടുകൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എത്ര ഭയങ്കരമായിരിക്കുന്ന വീടുകളാണെന്നറിയാമോ? പല വീടുകളിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ പോയപ്പോ കണ്ടിട്ടുള്ള വീടിനൊന്നും അകത്ത് കയറിയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ ലോകത്തിൽ ഇട്ടുകൂടാനുള്ള പണമുണ്ടെങ്കിലും എത്രമാത്രം നിരാശരാണ് മനുഷ്യര്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് സമാധാനമില്ല. ഭാര്യ ഭർത്താവും തമ്മിൽ മിണ്ടിയിട്ടില്ല വർഷങ്ങളായി. പുറത്ത് സംസാരിക്കും, അകത്തൊന്നുമില്ല. അകത്ത് അവര് വേലി കെട്ടിരിക്കുകയാണ്. പുറത്തെ മതിലുണ്ട്. പുറത്തെ മതില് കൂടാതെ അത് പുറത്തെ മതിൽ എല്ലാവർക്കും കാണാം. പക്ഷേ അകത്ത മതില് കാണുന്നത് വീട്ടിലുള്ളവർ മാത്രമേ മതിൽ കാണുള്ളൂ. കാരണം പരസ്പരം കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ അവർ വെറുപ്പിന്റെ മതില് കെട്ടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എവിടെയാണ് സമാധാനം? നിരാശയാണ്. നിരാശ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ എന്തിനു വേണ്ടി, സാമ്പത്തികമുള്ളവരാ കേട്ടോ, എന്തിനു വേണ്ടി ജീവിക്കുന്നു അറിയില്ല, പക്ഷെ ജീവിക്കുക, കുഞ്ഞുങ്ങളെ ഓർത്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ പേരുണ്ട്. അതിൽ ആണുമുണ്ട് പെണ്ണുമുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിക്കുന്ന നിരാശപ്പെട്ടിരിക്കുന്ന എത്രയോ പേരെ കാണാം. പക്ഷേ ദൈവമെന്ന ജീവിതത്തിൽ ഈ ലോകത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളും ഒന്നും നിനക്ക് ദുഃഖമല്ല, നിനക്ക് നിരാശയല്ല. ഇന്ന് 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 ഒരിക്കല് ഒരു ദേവദാസനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. പണ്ടത്തെ കാലമാണ്. അദ്ദേഹം പറഞ്ഞു, നീ എന്നെ കൊന്നാൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും, നീ കൂട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞു. കൂടെ എന്ന് പറഞ്ഞാൽ കിളിക്കൂടല്ല, എവിടെയൊക്കെ ജയിലിലേക്ക് പോകും, പക്ഷെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞു. ആ ദേവദാസൻ അവിടെ നിന്ന് ദൈവവചനം സംസാരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ദേവദാസനെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കത്തിയുമായിട്ട് കുത്താനായിട്ട് വന്ന് പള്ളക്ക് കയറ്റാനായിട്ട് വന്നപ്പോൾ പെട്ടെന്ന് ആളുകൾ കത്തി പിടിച്ച് മാറ്റി. പക്ഷേ ഇന്ന് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് ആ ദേവദാസിനെ കണ്ടാൽ ആ മനുഷ്യൻ എവിടെ കണ്ടാലും ഓടി വന്ന് ആ ഭാഷയോട് സംസാരിക്കാതെ അദ്ദേഹം പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? ഒരു ഭാഗത്ത് ലോകം നിരാശ തരുമ്പോൾ, ആമേൻ, നിനക്കൊരു പക്ഷേ കഷ്ടതയാകാം, വേദനകളാകാം, പ്രയാസങ്ങളാകാം, വീട്ടിൽ ബുദ്ധിമുട്ടാകാം, പെൺകുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് സാമ്പത്തികമില്ലായിരിക്കാം, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സാമ്പത്തികമില്ലായിരിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, എന്നാൽ അതെല്ലാം ഇവിടെ ഉള്ളപ്പോൾ തന്നെ വലിയൊരു പ്രത്യാശയുണ്ട്. ഒരു കപ്പൽ ഇങ്ങനെ ആടി കളിക്കുകയാണ്, ആടി ഒലയുകയാണ്. വലിയ നിലയിലുള്ള കൊടുങ്കാറ്റിൽ ലക്ഷ്യമില്ലാതെ കപ്പൽ ഇങ്ങനെ എങ്ങോട്ടൊന്നുമില്ലാതെ സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ കപ്പലിന്റെ ഏറ്റവും മേൽത്തട്ടിൽ നിന്നുകൊണ്ട്, ക്യാപ്റ്റന്റെ റൂമിൽ അവിടെ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ദൂരദർശിനിയിലൂടെ ദൂരേക്ക് നോക്കുകയാ. എന്താണ് നോക്കുന്നറിയാമോ? അദ്ദേഹമാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ, അദ്ദേഹമാണ് കപ്പത്താൻ.
ഈ ആടി ഒലിക്കുന്നതായിരിക്കുന്ന കപ്പലിൽ നിന്നുകൊണ്ട് ഈ വെള്ളത്തിലേക്ക് നോക്കി ഭയപ്പെടുകയല്ല, ആടി ഉലയുന്ന കപ്പലിൽ നിന്നുകൊണ്ട് ഈ തിരമാലകളിലേക്ക് നോക്കി ഭയപ്പെടുകയല്ല. അധികം നോക്കുന്നതായിരിക്കുന്ന ഒന്നേ ഉള്ളൂ, കര കാണുന്നുണ്ടോ, എവിടെയെങ്കിലും ഒരു വിളക്കുമരം കാണുന്നുണ്ടോ, എവിടെയെങ്കിലും ലൈറ്റ് ഹൗസ് കാണുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രയാസത്തിലൂടെ, കഷ്ടതയിലൂടെ, വേദനയിലൂടെ നീ ആകാശത്തേക്ക് നോക്കുമ്പോൾ, നീ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, നീ യുദ്ധങ്ങളിലേക്ക് നോക്കുമ്പോൾ, നീ പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ, നീ മറ്റു പ്രയാസങ്ങളിലേക്ക് നോക്കുമ്പോൾ, നീ അവിടെ എല്ലാം കാണേണ്ടത് യേശു കർത്താവിന്റെ മടങ്ങി വരവാണ്. കരമുയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാം. നീറോയെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. നീറോ റോമാനഗരം കത്തി എരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. അദ്ദേഹത്തെ റോമ, അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിൽ അവരുടെ കുറെ ചേരി പ്രദേശങ്ങളുണ്ടായിരുന്നു. നീറോ എന്ന് പറയുന്നതായിരിക്കുന്ന ക്രൂരനായിരിക്കുന്ന ചക്രവർത്തി ചിന്തിച്ചു, ആ ചേരി പ്രദേശം തീയിട്ട് നശിപ്പിച്ചിട്ട് അവിടെ മനോഹരമായ സൗധങ്ങൾ പണിയണം. അങ്ങനെ സൗധങ്ങൾ കൊട്ടാരം പണിയണം. അങ്ങനെ ചേരിയെല്ലാം കളഞ്ഞ് റോം എന്ന് പറയുന്നതായിരിക്കുന്ന ഭക്ഷണം ഒന്നുകൂടെ ലോകത്തിലെ അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം വളരെ വളരെ ലോകാത്ഭുതങ്ങൾ ഒന്നായിട്ട് മാറണം. ഈ പ്രതീക്ഷയോടുകൂടെ നീറോയുടെ കിങ്കരന്മാർ ഈ ചേരി പ്രദേശത്തിന് തീയിട്ടു. പ്രദേശത്തിന് തീയിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായിരിക്കുന്ന റോമൻ നിവാസികൾ അദ്ദേഹത്തിനെതിരായി മാറി. അദ്ദേഹത്തെ റോമൻ സെനറ്റ് അദ്ദേഹത്തെ കുറ്റം വിധിച്ച് വിചാരണ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം കണ്ടൊരു മാർഗം, നിരാലംബരായിരിക്കുന്ന അന്നത്തെ റോമൻ സാമ്രാജ്യത്തിൽ പകുതി അടിമകളായിരുന്നു. ഈ അടിമകളാണ് കൂടുതലും വിശ്വാസാനുഭവത്തിലേക്ക് അന്ന് വന്നത്. മാത്രമല്ല റോമൻ ഗവൺമെന്റിന്റെ അകത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീറോയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞത്, കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. എന്ന് പറഞ്ഞാൽ കഠിനമായ പീഡനങ്ങൾ, റോമൻ സാമ്രാജ്യത്തിന്റെ പീഡനങ്ങൾ ഒരു ഭാഗത്ത് വരുമ്പോൾ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട്, റോമിലെ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട്, ചങ്ങലയിൽ കിടന്നുകൊണ്ട് പൗലോസ്ലീഹ സുവിശേഷം തങ്ങൾ തടവുകാരെ കാവൽ നിൽക്കാൻ വന്നതായ പടയാളികളോട് പറഞ്ഞിട്ട് അവർ രക്ഷിക്കപ്പെട്ട് അവർ മാനസാന്തരപ്പെട്ട് രഹസ്യ ക്രിസ്ത്യാനികളായി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന കൈസരുടെ അരമനയ്ക്കകത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാരായി മാറി. അകമ്പടി പട്ടാളത്തിന് ശക്തമായി റോമൻ കൈസറെ നീക്കാനും അവരോധിക്കാനും തക്കവണ്ണമുള്ള അധികാരമുള്ളവരായിട്ട് പിന്നീട് അവർ മാറി. പോട്ടെ, ഞാൻ പറഞ്ഞു പോകുന്ന കാര്യം, പിന്നെ AD 64 ക്രിസ്തു വർഷം 64 നഗരത്തിന്റെ വലിയൊരു ഭാഗം അദ്ദേഹം തീ കൊടുത്തു. ആ സമയത്ത് ഈ കുറ്റം ക്രിസ്ത്യാനികളിൽ ചുമത്തി. ഈ ക്രിസ്ത്യാനികളെ വളരെ ക്രൂരനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ക്രൂരതയെ കുറിച്ച് ഇപ്പൊ പറയാൻ സമയമില്ല. അദ്ദേഹം ക്രിസ്ത്യാനികളെ റോമൻ തോട്ടങ്ങളിൽ തൂണുകളിൽ ബന്ധിച്ചു. അവരുടെ ശരീരത്തില് എണ്ണ പുരട്ടി അവരെ ജീവനോടെ കത്തിച്ചു, മെഴുകു ചുറ്റി. അവർ മെഴുകു ചുറ്റി. അവരുടെ ഈ സമയത്ത് ഈ റോമൻ കൈസർ കുതിരപ്പുറത്തൂടെ അതിന്റെ വെളിച്ചത്തിലാണ് പോകുന്നത്, രഥത്തിലൂടെ. അങ്ങനെ പോകുമ്പോൾ അവരിങ്ങനെ കടുതയോടുകൂടെ അവര് നിലവിളിക്കുന്നത് ഈ കേട്ട് ഇദ്ദേഹം സന്തോഷിക്കുമായിരുന്നു. പക്ഷെ അവർ നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ അവർ കർത്താവിലേക്ക് തങ്ങളുടെ പ്രാണനെ ഏൽപ്പിച്ച് യേശു കർത്താവ് എന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ പ്രാണനെ വിട്ടത്. കാട്ടുമൃഗങ്ങൾക്ക് മുമ്പിൽ, സിംഹങ്ങൾക്ക് മുമ്പിൽ, കാട്ടുനായ്ക്കൾക്ക് മുമ്പിൽ ചിലർ ഇട്ടുകൊടുത്തു. റോമൻ ചരിത്രകാരനായിരിക്കുന്ന ടാസിറ്റസ് അദ്ദേഹം ഇങ്ങനെ ഈ കാര്യത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ നീറോയുടെ ഉദ്യാനത്തിലെ മനുഷ്യ വിളക്കുകൾ റോമ നഗരത്തിലുണ്ടായ വൻ തീപിടുത്തത്തിന് ശേഷം ക്രിസ്ത്യാനികളെ ശിക്ഷിക്കുവാൻ
നീറോ ചക്രവർത്തി അവലംബിച്ച രീതി ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ ഒന്നായിരുന്നു. ക്രിസ്ത്യാനികളെ പിടികൂടി മൃഗങ്ങളുടെ തോൽ ധരിപ്പിച്ച് വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അത്രികാലങ്ങളിൽ തന്റെ കൊട്ടാരോദ്യാനത്തിൽ വിരുന്നുകൾ നടക്കുമ്പോൾ വെളിച്ചത്തിനായി ക്രിസ്ത്യാനികളെ ഉപയോഗിച്ചു. ക്രിസ്ത്യാനികളെ തൂണുകളിൽ കെട്ടിക്കിട്ട് അവരുടെ ശരീരത്തിൽ എളുപ്പത്തെ തീ പിടിപ്പിക്കുന്ന പശിയോ എണ്ണയോ പുരട്ടി തീ കൊടുത്തുമായിരുന്നു. അങ്ങനെ ഈ മനുഷ്യ വിളക്കുകൾ കത്തി കഴിയുമ്പോൾ നീറോ തന്റെ രഥത്തിലൂടെ ഉദ്യാനത്തിലൂടെ ചുറ്റിക്കറങ്ങി വിനോദങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഒന്നായ റോമൻ കൊളോസിയത്തിന്റെ പിന്നിലുള്ള ഒരു ചരിത്രം എത്രയോ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നുമുടിച്ച അവരുടെ ഭാഷയിൽ റോമൻ ഭാഷയിൽ പറഞ്ഞാൽ കൊന്നുമുടിച്ച ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് ദൈവമക്കളുടെ രക്തം വീണതായിരിക്കുന്ന റോമൻ കൊളോസിയം, രക്തപ്പുഴ ഒഴുകിയതായ റോമൻ കൊളോസിയം അവർ എവിടേക്ക് നിർത്തിയിട്ട് വിശന്ന് കിടക്കുന്നതായിരിക്കുന്ന സുഖങ്ങളെ രണ്ടാഴ്ചയോ ഒക്കെ പട്ടിണിക്കിട്ട സുഖങ്ങളെ അഴിച്ചുവിട്ട് അവരുടെ മേൽ മൃഗങ്ങൾ ചാരി വീഴുമ്പോൾ അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കർത്താവായ യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിന് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല, മരണത്തിന് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല, ഈ വേദനകൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല, ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല, ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. ഞങ്ങളുടെ കർത്താവ് മരണത്തെ ജയിച്ചവരാണ്, ഞങ്ങളുടെ കർത്താവ് കല്ലറെ ജയിച്ചവരാണ്, ഞങ്ങളുടെ കർത്താവ് പാതാളത്തെ ജയിച്ചവരാണ്. Praise the Lord, praise the Lord, praise the Lord, hallelujah, amen. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും, തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, തടവറയ്ക്കകത്ത് ഒരുപാട് വിശുദ്ധന്മാരെ അടച്ചു. ഇരുണ്ട തടവറകൾ, ഭക്ഷണമില്ലാതെ പട്ടിണിക്കിരുത്തി, മർദ്ദനങ്ങൾ, അമ്മമാരും കുഞ്ഞുങ്ങളും ആ ഇരുട്ട മുറിക്കകത്ത് ഭൂമിക്കടിയിലെ തടവറകളിൽ അവര് മരണത്തെ മുഖാമുഖം കണ്ടു കിടന്നു. കുഞ്ഞുങ്ങളെ അമ്മമാരുടെ മുമ്പിൽ വെച്ച്, അതിന് ചരിത്രമൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, അമ്മമാരുടെ മുമ്പിൽ വെച്ച് കുഞ്ഞുങ്ങളെ, കൈക്കുഞ്ഞുങ്ങളെ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ജീവനോടെ വിടാം, ജയിൽ മോചിതരാക്കാം. യേശു കർത്താവിനെ അവരാരും തള്ളിപ്പറഞ്ഞില്ല, കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ വിട്ടുകൊടുത്തു. അമ്മമാരെ കുഞ്ഞുങ്ങളെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവർ ഭയപ്പെട്ടില്ല. എന്തുകൊണ്ട് ഭയപ്പെട്ടില്ല? അവർ വിശ്വസിച്ചു, യേശു കർത്താവ് ജീവിക്കുന്നു, മരണം അവസാനമല്ല, നിത്യജീവനുണ്ട്. തത്തുല്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ രക്തം ക്രിസ്ത്യാനിത്വത്തിന് വളമായി, അവിടെ കണ്ണുനീർ വിത്തായി. ആ വിത്തിൽ നിന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പട്ടാളക്കാർ മാനസാന്തരപ്പെട്ട് അവരോടുകൂടെ രക്തസാക്ഷിത്വം വരിച്ചു. പ്രൈസ് ദി ലോർഡ്. നീറോയുടെ കാലത്ത് ക്രിസ്ത്യാനികൾ കണ്ണുനീരോടെ മരിച്ചു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടുത്ത പദം നമ്മൾ ശ്രദ്ധിക്കണം. നീറോയുടെ കാലത്ത്, അതിനുശേഷമുള്ള റോമൻ സാമ്രാജ്യത്തിൽ, റോമൻ ഭരണാധികാരിയുടെ കാലത്ത് ക്രിസ്ത്യാനികൾ കണ്ണുനീരോടെ മരിച്ചു. പക്ഷേ പ്രൈസ് ദി ലോർഡ്, അവരുടെ വിശ്വാസം മരിച്ചില്ല. അവരുടെ ഭൗതിക ശരീരം മരിച്ചു, പക്ഷേ അവരുടെ വിശ്വാസം മരിച്ചില്ല. കർത്താവിന് വേണ്ടി വിശ്വാസത്തിൽ മരിക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കാൻ, ഒന്നുകൂടെ ഞാൻ പറയാം, അവരുടെ ശരീരം കത്തിക്കപ്പെട്ടു, ജീവനോടെ കത്തിച്ചു. അവർ എണ്ണയും അതുപോലെയുള്ള വേഗത്തിൽ കത്തുപിടിക്കുന്നതായിരിക്കുന്ന വസ്തുക്കളും അവരുടെ ശരീരത്തിൽ പൂശി അവരെ കത്തിച്ചപ്പോൾ മനുഷ്യ മാംസത്തിന്റെ ഗന്ധം അവിടെ എല്ലാം ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഗന്ധത്തിന്റെ ഉന്മാദ ലഹരിയിൽ ക്രൂരനായിരിക്കുന്ന നീറോ ചക്രവർത്തി അതിലൂടെ ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാണ്. അവർ കത്തിക്കപ്പെട്ടു, അവരുടെ ശരീരം കത്തിപ്പോയി, പക്ഷേ അവിടെ പ്രത്യാശ കത്തി നശിച്ചില്ല. അവരെ പച്ച ജീവനോടെ കത്തിച്ചപ്പോഴും
അവരുടെ ഉള്ളിലെ പ്രത്യാശ കത്തിയാൻ കതിയില്ല. കതി കെട്ടി സ്തോത്രം ചെയ്താട്ടെ. എന്തിനാണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരിക. ഇനി ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കല്ലറകളും ഭയപ്പെടുത്തുന്ന കല്ലറകളാണ്. എല്ലാ കല്ലറകളും പലരെയും ഭയപ്പെടുത്തുന്നതാണ് കല്ലറകൾ, അല്ലെ? സെമിത്തേരി പോകാൻ പറഞ്ഞാൽ എത്ര പേര് പോകും? ഇന്ന് രാത്രി പകല് പോകുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ് പലരും. കല്ലറ കണ്ട് ഞെട്ടിക്കരയുന്ന ഒരു രാത്രിയിലുണ്ട്. അപ്പോഴാ പക്ഷേ ഒരു കല്ലറയാണ് അവരെ ധൈര്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഒരു കല്ലറയാണ് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയത്. ഒരു കല്ലറയാണ് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. ആ കല്ലറ ഒഴിഞ്ഞു കിടന്ന ഒരു കല്ലറ, പലസ്തീനിൽ ഒഴിഞ്ഞു കിടന്ന ഒരേ ഒരു കല്ലറ. അഖില മഹാന്മാരുടെ സകല കല്ലറകൾ വളർന്നു കിടക്കുമ്പോൾ നമ്മുടെ അരുമനാഥന്റെ കല്ലറ അവിടെ തുറന്നു കിടക്കുകയാണ്. ആ കല്ലറയാണ് ഒരിക്കൽ ഒരു തത്വചിന്തകനായിരിക്കുന്ന ഒരു മനുഷ്യൻ, നിരീശ്വരവാദിയായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ക്രിസ്ത്യാനികളുടെ അഹങ്കാരം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഭാഷ കേട്ടോ, നമുക്ക് അഹങ്കാരമില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ക്രിസ്ത്യാനികളുടെ അഹങ്കാരം എന്ന് പറയുന്നത് അങ്ങ് പലസ്തീനിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കല്ലറയാണ്. കല്ലറകൾ മനുഷ്യനെ ഭയപ്പെടുത്തുമ്പോൾ ഒരേ ഒരു കല്ലറ നമ്മെ ധൈര്യപ്പെടുത്തുന്നു. മഹാത്മാഗാന്ധിജിയുടെ കല്ലറ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഡൽഹിയില്, രാജ്ഘട്ടില് ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സരോജിനി ഇന്ത്യയുടെ വാനപ്പാടി എന്ന് വിളിക്കപ്പെടുന്ന സരോജിനി നായിഡു പ്രകാരം വിലപിച്ചു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. മഹാത്മാഗാന്ധിജി മരിച്ച് കല്ലറയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ ആ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവര് ഇങ്ങനെ വിലപിച്ചു എന്നാണ്: അല്ലയോ മഹാത്മാവേ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് വരിക. യേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ കല്ലറയിൽ നിന്ന് അങ്ങ് ഉയർത്തെഴുന്നേറ്റ് വരിക. പക്ഷേ മഹാത്മാഗാന്ധിജിയുടെ കല്ലറ ഇന്ന് മടങ്ങി കിടക്കുമ്പോൾ ഇതാ ഒരു കല്ലറ ദൂരെ തുറന്നു കിടക്കുകയാണ്. ആ പേർഷ്യൻ ഇന്നത്തെ ഇറാനെ തലസ്ഥാനമാക്കി ഇറാനിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു ശക്തനായിരിക്കുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹത്തിന്റെ പേരാണ് മഹാനായ സൈറസ്. രക്ഷിത വേദപുസ്തകത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കുക, കോരസ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷേ ചരിത്രത്തിൽ സൈറസ് എന്നറിയപ്പെടുന്നതായിരിക്കുന്ന മനുഷ്യന്റെ കല്ലറ ഇന്ന് ഇറാനിലുണ്ട്. അത് വെറും ഒരു കൽക്കൂമ്പാരമാണ്. കാരണം അദ്ദേഹം ഒരിക്കലും ഒരു മതവിശ്വാസിയായിരുന്നില്ല. അദ്ദേഹം അത് പിന്നീട് കോരസിന്റെ അഭിഷക്തനൊക്കെ ദേവാലയം പണിയേണ്ടതിനു വേണ്ടി 150 വർഷങ്ങൾക്ക് മുമ്പ് ഈ കോരസിനെ കുറിച്ച് വിശുദ്ധ തിരുവചനത്തിൽ പ്രവചനാത്മകമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ കോരസിന്റെ കല്ലറ എവിടെയുണ്ട്? ഒരു കൽക്കൂമ്പാരം മാത്രമാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകവും പണിതിട്ടില്ല. പക്ഷെ അവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്: അല്ലയോ മനുഷ്യ, ഞാനാണ് ചരിത്രത്തിലെ മഹാനായ സൈറസ്. നീ ഇവിടെ വന്നിരിക്കുമ്പോൾ നീ ചിന്തിക്കും ഞാൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നെന്ന്. അത് അദ്ദേഹം എഴുതി വെച്ചല്ല കേട്ടോ, വേറെ ആരും എഴുതി വെച്ചതാ. പക്ഷേ ഞാനൊരു സാധാരണ മനുഷ്യനല്ല. ബാബിലോൺ സാമ്രാജ്യം, അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരിക്കുന്ന ബാബിലോൺ സാമ്രാജ്യം കിടക്കിയ മഹാനായ കോരസ്, മഹാനായ സൈറസ്, അദ്ദേഹത്തിന്റെ കല്ലറ കൽക്കൂമ്പാരത്തിൽ നടന്നിടക്കുമ്പോൾ ഒരേ ഒരു കല്ലറ, ഒരു ശൂന്യമായ കല്ലറ. ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ ലക്ഷങ്ങളുടെ കോടികളുടെ ധൈര്യമായി ആവേശമായി ഇന്നും ആ കല്ലറ പലസ്തീനെ തുറന്നു കിടക്കുകയാണ്. അത് യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. ആ കല്ലറ നമ്മുടെ ധൈര്യമാണ്. വിശ്വസിക്കുന്നവർക്ക് അധികൃത്യം സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ ശൂന്യമായ കല്ലറയാണ് അവരെ അവസാന സമയം വരെ പിടിച്ചു നിർത്തിയത്. ഉയർത്തുന്നേറ്റ യേശു കർത്താവിന്റെ കല്ലറ മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ച്, പാതാളത്തെ തോൽപ്പിച്ച്, മൃത്യുവിനെ തോൽപ്പിച്ച് ജയാളിയാ ഉയർത്തുന്നേറ്റ് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് പോയി വീണ്ടും വരാമെന്ന്
അരുളി ചെയ്ത നാസറേയനായ യേശുക്രിസ്തുവിന്റെ കല്ലറ. പ്രൈസ് ദി ലോർഡ്. ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് യേശു കർത്താവ് കരഞ്ഞു. ലാസർ മരിച്ചു പോയതുകൊണ്ടല്ല കരഞ്ഞത്, മരിച്ചു പോയതുകൊണ്ട് കരഞ്ഞതല്ല. കാരണം അടുത്ത നിമിഷം മരിച്ച് നാറ്റം ഭവിച്ചാലും 4-ാം ദിവസം മരിച്ച് നാറ്റം ഭവിച്ചാലും 4 ദിവസം കഴിഞ്ഞാലും ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണെന്ന്, ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവുകയാണെന്ന് യേശു കർത്താവിനറിയാം. മരിച്ചുപോയി ലാസറിനെ ഓർത്തല്ല കരഞ്ഞത്. അവിടെ അങ്ങനെയാ പറയുന്നത്, മാർത്തിയുടെയും മറിയുടെയും കണ്ണുനീർ കണ്ടപ്പോൾ, മാർത്തിയുടെയും മറിയുടെ ദുഃഖം കണ്ടപ്പോൾ, അവിടെ വേദന കണ്ടപ്പോൾ, മാത്രമല്ല യഹൂദന്മാരുടെ വേദന കണ്ടപ്പോൾ യേശു കർത്താവ് കരഞ്ഞു. പക്ഷേ ആ കരച്ചിൽ അധിക സമയം നിന്നില്ല. കർത്താവ് കണ്ണുനീർ തുടച്ചു കാണും. അനേകരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവ്, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവ്, നിന്റെ വേദനകളെ തുടച്ചു മാറ്റുന്ന കർത്താവ് തന്റെ കണ്ണുനീർ ഒരുപക്ഷെ ആരും കാണാതെ തുടച്ചു കാണും. എങ്കിലും വചനം പറയുന്നു, യേശു കണ്ണുനീർ വാർത്തു. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യം. പക്ഷേ ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് മരണത്തെ ജയിക്കുന്ന ജയിക്കാൻ പോകുന്ന ജയാളിയായ കർത്താവ് കരഞ്ഞു. അടുത്ത നിമിഷം മരണത്തിന് പരിഹാരമായി കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ലാസർ ജീവനുള്ളവനായി പുറത്തു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുവരെ ലാസറിന്റെ കല്ലറ സഹോദരിമാർക്ക് നിരാശയുടെ കല്ലറയായിരുന്നു. അതുവരെ യഹൂദന്മാർക്ക് നിരാശയുടെ കല്ലറയായിരുന്നു. ലാസറിനെ സ്നേഹിക്കുന്നവർക്ക് നിരാശയുടെ കല്ലറയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കല്ലറ സന്തോഷത്തിന്റെ സാക്ഷ്യത്തിന്റെ കല്ലറയായി. സ്തോത്രം ചെയ്താട്ടെ. പക്ഷേ ആ കല്ലറ ശാശ്വതമായിട്ട് തുറക്കപ്പെട്ട കല്ലറയല്ല. ലാസർ പിന്നീട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും ലാസർ പിന്നീട് ജീവിച്ചു, വാർദ്ധക്യം വന്നു, മരിച്ചു. അതേ കല്ലറയിൽ തന്നെ അടക്കി. ഇന്നും ആ കല്ലറ അവിടെ കിടക്കുന്നു. ലാസർ ഉയർപ്പിച്ചവന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. കരയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശൂന്യമായ കല്ലറയാണ് നമ്മുടെ പ്രത്യാശ. ആ കല്ലറയെ കുറിച്ച് പറയുന്നത്, അവൻ അവിടെ ഇല്ല. ജീവനുള്ളവനെ മരിച്ചവരുടെയിൽ അന്വേഷിക്കുന്നതെന്ത്? അവരവിടെ ഇല്ല. ഈ ശൂന്യമായ കല്ലറ പരാജയത്തിന്റെ കല്ലറയല്ല. യേശുവിന്റെ മരണം ഒരു തോൽവിയല്ല. യേശു കർത്താവിന്റെ മരണം മരണത്തിന് മേൽ നേടിയ മരണത്തിന് മേൽ നേടിയ വിജയമാണ്. കരയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. മരണമേലിന്റെ ജയം എവിടെ? ആമേൻ. സ്തോത്രം. ശൂന്യമായ കല്ലറ ജീവനുള്ള പ്രത്യാശ നൽകുന്നതാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നമ്മളുടെ വിശ്വാസം ശൂന്യമല്ല. ഇനി ഞാൻ ആ ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ശൂന്യമായ കല്ലറ നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. ഇന്നലെ നമ്മുടെ പാപത്തിന് പരിഹാരമായി നമുക്ക് വേണ്ടി മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട ഒരു കല്ലറ. ആ കല്ലറ യേശു കർത്താവിന്റെ ഭൗതിക ശരീരത്തെ പരമാവധി പോയപ്പോൾ 3 ദിവസം വരെ ഉൾക്കണ്ട ഒരു കല്ലറയാണ്. കണ്ടവരെല്ലാം നിരാശപ്പെട്ടു, ശിഷ്യന്മാർ നിരാശപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞൊന്നും ഈ ദുഃഖത്തിന്റെ സമയത്ത് അവിടെ ചിന്തയിലേക്കൊന്നും വന്നില്ല. പക്ഷെ ആ കല്ലറ, പക്ഷെ നമ്മൾക്ക് ഇന്നത്തെ ആ കല്ലറ പലരുടെയും ദുഃഖത്തിന്റെ നിരാശയുടെ ഒക്കെ വേദിയായെങ്കിൽ, പ്രിയമുള്ള കുഞ്ഞേ,
ഇന്ന് നമ്മുടെ ഭാവിയുടെ പ്രത്യാശയാണ് ആ കല്ലറ. എന്താണ് പ്രത്യാശ? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഉയർത്തെഴുന്നേൽക്കുക. കര ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. ക്രൂശ് പാപത്തെ തോൽപ്പിച്ചു, പക്ഷേ ശൂന്യമായ കല്ലറ മരണത്തെ തോൽപ്പിച്ചു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ക്രൂശിലെ മരണമാണ് പാപത്തെ തോൽപ്പിച്ചത്, പക്ഷേ ക്രൂശിലെ ഈ ശൂന്യമായ കല്ലറ മരണത്തെ തോൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ കല്ലറ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. ഇനി ക്രിസ്തു മരിക്കുകയില്ല, ഒരിക്കലായിട്ട് മരിച്ചു, എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നു. വിശ്വസിക്കുന്നവരെ ചേർക്കാൻ വേണ്ടി വീണ്ടും വരുന്ന കർത്താവായ യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു മരിക്കുകയില്ല. നമ്മളെ കണ്ട് നമ്മളെ കൊണ്ടുവന്ന് അടക്കുന്ന, നമ്മളെ മരിച്ചു പോയെന്ന് വെച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾക്ക് അവിടെ സെല്ലുണ്ട്. പിന്നെ ആ സെല്ല് ഇങ്ങനെ 10-14 സെല്ലുള്ള ഒന്നാണ് ഞങ്ങൾക്ക് അതുള്ളത്. അപ്പൊ എല്ലാവരും ചെല്ലുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എല്ലാവരും ഒരു സ്ഥലത്തേക്കാണ്. കാരണം എല്ലാവരും ഒരു ഒറ്റ ഇതിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് സഭയിൽ, കഴിഞ്ഞ വർഷം ചോദിച്ചു, പോകാൻ പേടിയുണ്ടോ? പോണ്ടോ? പേടിച്ചിട്ട് കാര്യമില്ല, കർത്താവ് പറയാൻ താമസിച്ചാൽ പോയേ പറ്റൂ. ഇതല്ലോ. അപ്പൊ നമ്മുടെ കല്ലറയ്ക്കകത്ത് നമ്മളെ അവിടെ കൊണ്ട് വെച്ചിട്ട് ദുഃഖിതരായി മടങ്ങുമ്പോൾ ഒരു കാര്യം വിളിച്ചു പറയുകയാണ്, രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഇനി മരണമില്ല. രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ അവർക്ക് രണ്ടാം മരണമുണ്ട്. അത് കത്തുന്ന തീപ്പൊയ്യാണ് രണ്ടാമത്തെ മരണം. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, രണ്ടാം മരണത്തിന് ഇരയാകുകയില്ല. ഒരാളെ അപ്പൊ ഈ കല്ലറ നമ്മളെ അടക്കുന്ന കല്ലറയും നമ്മളോട് പറയുന്ന ഒരു സത്യമുണ്ട്. ഈ ഇവിടെ കൊണ്ട് നമ്മൾ അടക്കുന്ന ആള് അവിടെ കൊണ്ട് അവസാനിക്കുകയില്ല. അദ്ദേഹത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശം നമ്മളെ അടക്കുന്ന കല്ലറ നമ്മളോട് പറയുന്നെങ്കിൽ ആ കല്ലറ പറയുന്ന സത്യം അങ്ങ് പലസ്തീനെ തുറന്നു കിടക്കുന്ന ആ കല്ലറയുടെ മഹത്തായ സന്ദേശമാണ് നമ്മളെ അടക്കുന്ന കല്ലറയെ വിളിച്ചു പറയുന്നത്. ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കര ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ ശൂന്യമായ കല്ലറ ശൂന്യതയല്ല. ഞാൻ ഈ പറയുന്നതിൽ അർത്ഥം മനസ്സിലാക്കണം. ശൂന്യമായ പലസ്തീനിൽ ശൂന്യമായി കിടക്കുന്ന കല്ലറ ഒരു ശൂന്യതയല്ല. അപ്പൊ നിങ്ങൾ സംശയം വരുന്നത് എന്താ ഞാൻ പറയുന്നതെന്ന് സംശയം വരും. എന്താ ശൂന്യത അല്ലാത്ത? ആ കല്ലറ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ഉയർപ്പിന്റെ പ്രത്യാശയാണ്. ആ കല്ലറ നമ്മോട് വിളിച്ചു പറയുന്നത് യേശു കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഞാന് നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ടല്ലോ. ആമേൻ. ഞാനിനി കുറച്ച് ഭാഗങ്ങള് സംസാരിക്കാനുണ്ടെങ്കിലും ഞാന് ഈ ഭാഗം പറഞ്ഞു നിർത്തുകയാണ്. കർത്താവിന്റെ വരവ് വലിയ മഹത്വകരമായി ഇന്ന് വരെ ഈ അലക്സാണ്ടർ ചക്രവർത്തി, വലിയ രാജാക്കന്മാർ അലക്സാണ്ടർ ചക്രവർത്തിയൊക്കെ യെരുശലേമിലേക്കൊക്കെ വന്നപ്പോൾ, ബാബിലോണിലേക്ക് വന്നപ്പോൾ അവരെ അദ്ദേഹത്തെ സ്വീകരിച്ചത്, അവിടെയുള്ള രാജവീതികൾ മുഴുവനും പൂക്കൾ വിതറിയാണ് സ്വീകരിച്ചത്. ഞാൻ ഇതിനെ വായിച്ചിട്ടുണ്ട്. പോട്ടെ. ഒരു രാജാവ് എഴുന്നള്ളുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൽ പോകുന്ന പോലാണോ രാജാവ് വരുന്നത്? എഴുന്നള്ളുന്നത് നമ്മൾ കടയിൽ പോകുന്നത് പോലാണോ? നമ്മൾ റേഷൻ കടയിൽ പോകുന്നത് പോലെയാണോ? അല്ല. രാജാവിന്റെ വരവ്
ഒരു സാധാരണ രാജാവിന്റെ വരവ് പോലും സാധാരണ വരവല്ല. അത് രാജാവിന്റെ മഹത്വം എത്രമാത്രമുണ്ടോ, രാജാവിന്റെ പ്രതാപം എത്രമാത്രമുണ്ടോ, രാജാവിന്റെ സമ്പത്ത് എത്രമാത്രമുണ്ടോ, അതിനനുസരിച്ചുള്ള ഒരു വരവായിരിക്കും. രാജാവ് പുറപ്പെടുമ്പോൾ ആദ്യം കേൾക്കുന്നത് കാഹളത്തിന്റെ ഗംഭീരമായ ശബ്ദമാണ്, പ്രഖ്യാപനമാണ്. കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പ്രജകളെല്ലാവരും വശത്ത് ഭയക്തിയോടുകൂടി ഇതിന് മാറി നിൽക്കും. കാരണം രാജാവ് വരുന്നു. ദൂരെ നിന്ന് കേൾക്കുന്ന കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പ്രജകൾ രാജവീതിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? രാജാവ് വരുന്നു. പടയാളികളുടെ ഘോഷം, സൈന്യം ഒന്നിച്ച് നടന്നു വരുന്ന കാലടിയുടെ ശബ്ദം, ഊട്ടിന്റെ ശബ്ദം, ഭയാനകമായിരിക്കുന്ന വലിയ അടിക്കുന്ന വലിയൊരു സാധനമുണ്ട്. അത് നിങ്ങള് വലിയൊരു സാധനമാണ്. അത് ഇങ്ങനെ അടിച്ച് രാജാവിന്റെ വരവിനെ വിളംബരമാക്കും. അതുപോലെ തന്നെ അത് കേൾക്കുമ്പോൾ രാജാവിനെ സ്നേഹിക്കുന്ന ജനത്തിന് ഭക്തിയാണ്, ശത്രുക്കൾക്ക് ഭയമാണ്. ഞാനത് വിശദീകരിക്കാൻ സമയമുണ്ടോ എന്നറിയില്ല. അവിടെ വരുമ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, രാജാവ് എഴുന്നള്ളുന്നു. ആ രാജാവിന് പ്രകീർത്തിക്കുന്ന ചില വാക്ക് രാജശ്രീ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണപ്പെട്ട ജനം വിളിക്കും, രാജാവ് നീണാൽ വാഴട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരൊക്കെ വിളിച്ച് ജനം ഇങ്ങനെ സ്തുതിക്കും. ആ സമയത്ത് വാദ്യഘോഷമുണ്ട്, മൃദംഗമുണ്ട്, താളമുണ്ട്, കാഹളമുണ്ട്, വീണയുണ്ട്, മറ്റു വാദ്യസ്വരങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ ഉത്സവപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ആ രാജാക്കന്മാർ എഴുന്നള്ളി വരുന്നതെങ്കിൽ നമ്മുടെ കർത്താവായ യേശു കർത്താവ് നമ്മെ കല്ലറയിൽ നിന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ നാം മരിക്കുന്നതിന് മുമ്പാണ് നമ്മുടെ കർത്താവായ യേശു കർത്താവ് വരുന്നതെങ്കിൽ നമ്മെ ചേർക്കുവാൻ, ആമേൻ, കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും. ഗംഭീരനാദം, രാജകീയ പ്രഖ്യാപനം, ദൂതന്റെ ശബ്ദം സ്വർഗീയ അധികാരത്തെ വിളംബരം ചെയ്യുന്നു. ദൈവത്തിന്റെ കാഹളം, അന്തിമമായിട്ടുള്ള വിളി, ഇവിടെ കയറി വരിക. പ്രൈസ് ദി ലോർഡ്, ആമേൻ. രാജാവിന്റെ കാഹളം മുഴങ്ങുന്നുവെങ്കിൽ, ഈ ഭൂമിയിലെ രാജാവിന്റെ കാഹളം മുഴങ്ങുന്നുവെങ്കിൽ, സ്വർഗീയ രാജാവ് ആകാശത്ത് മധ്യാകാശത്തിൽ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ അവിടെ ഗംഭീരമായ നാദമുണ്ട്, ദൂതന്റെ ശബ്ദമുണ്ട്, ദൈവത്തിന്റെ കാഹളമുണ്ട്. രാജാവിന്റെ വരവ് കേൾക്കുമ്പോൾ ഭൂമി വിറച്ച് നടുങ്ങും. കർത്താവിന്റെ വരവ് ഈ ഭൂമി ഒലിവുമലയിലേക്ക് വരുമ്പോൾ നമ്മൾ വിശുദ്ധന്മാർ ഒരുമിച്ച് കർത്താവിന് മടങ്ങി വരുവന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ കർത്താവിനോട് കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒലിവുമല രണ്ടായിട്ട് പുളർന്നു പോകും, ഭൂമി നടുങ്ങും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും. ഇതൊരു രാജകീയമായ കൽപ്പനയാണ്, അധികാരത്തിന്റെ ശബ്ദമാണ്. ആമേൻ. ഇവിടെ ഇതിന്റെ വാക്കുകൾ വിശദീകരിക്കുന്നില്ല, സമയത്തിന്റെ പരിധിയുണ്ട്. സ്തോത്രം. 2 മിനിറ്റ് കൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കും. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ സൈന്യം സുസജ്ജമാക്കുന്നു, സ്വർഗാധികാരം പ്രഖ്യാപിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാനിവിടെ നിർത്തുകയാണ്. ശ്രീലങ്കയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിധമായ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന ഒരു സംഭവം പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാം മേഘങ്ങളിൽ എടുക്കപ്പെടുമോ? അങ്ങനെയല്ല അങ്ങനെ പറയുന്നത്. നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ എടുക്കപ്പെടാൻ സാധ്യതയുണ്ടോ? ഭൂമിയിൽ അതിന് തെളിവുണ്ടോ? അത് പറഞ്ഞ എന്നർത്ഥം. ശ്രീലങ്കയിലെ ഒരു ഗ്രാമത്തിൽ ഗ്രാമവാസികൾ അസാധാരണമായ മത്സ്യങ്ങളുടെ ഒരു മല കണ്ടു. അവരൊരു ദിവസം നോക്കുമ്പോൾ മത്സ്യങ്ങൾ, ഞാനിതിന്റെ ഫോട്ടോ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. മത്സ്യങ്ങൾ റോഡിൽ വീണ് പിടയ്ക്കുകയാണ്. ചിരാവ് ജില്ലയിലാണ് സംഭവിച്ചത്. 50 കിലോ ഭാരമുള്ള
മത്സ്യങ്ങൾ പോലും അവിടെ റോഡിൽ വീണെന്നാണ് പറയുന്നത്. ശ്രീലങ്കയിൽ അത് മാത്രമല്ല, ശ്രീലങ്കയിൽ ഒരിക്കൽ കൊഞ്ചുമഴ വീഴ്ചപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാ സംഭവിക്കുന്നറിയാമോ? കടലിനകത്ത് ഒരു പ്രത്യേക ചുഴലിക്കാറ്റുണ്ടാകും. അതിന്റെ ഉപരിതലത്തിലുള്ള ചുഴലിക്കാറ്റാണ്. ഈ ചുഴലിക്കാറ്റ് ജലസ്രോതസ്സുമായിട്ട് പരിണമിച്ച് മത്സ്യം അതുപോലെയുള്ള അതുപോലെയുള്ള വെള്ളത്തിലുള്ള ഉള്ളതിനെ എല്ലാം വലിച്ചെടുത്ത് മുകളിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വെള്ളത്തിൽ വലിച്ചെടുത്ത് മുകളിലോട്ട് കൊണ്ട് ഈ മേഘത്തിലേക്ക് ആക്കുകയാണ്. അങ്ങനെ ഭൂമിയിൽ നിന്ന് ഇതിങ്ങനെ കറങ്ങി കറങ്ങി സമുദ്രത്തിൽ നിന്ന് കറങ്ങി കറങ്ങി അത് ചെന്ന് നിൽക്കുന്നത് മേഘത്തിലാണ്. അങ്ങനെ മേഘത്തിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോ ഈ മേഘത്തോടു കൂടെ ഇതിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഞാൻ ആകാശത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് 150 മൈലോ 200 മൈലോ അല്ലെങ്കിൽ മരുഭൂമിയിൽ വീണ സംഭവങ്ങൾ വേറെ പല രാജ്യങ്ങൾക്കുമുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ വീഴുകയാണ്. റോഡിൽ കിടന്ന് പിടയ്ക്കുന്ന ചില മത്സ്യങ്ങൾ, ജീവനോടുള്ളതായിരിക്കുന്ന മത്സ്യങ്ങൾ. ഞാൻ പറഞ്ഞു വന്നതിന് കാരണം എന്താണെന്നറിയാമോ? അതിന് പറയുന്നതായ പേര് വാട്ടർ സ്പൗട്ട് എന്നാണ് ആ പ്രതിഭാസത്തിന് പറയുന്നതായ പേര്. എന്ന് പറഞ്ഞാൽ പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം കർത്താവിനോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ ആ ചുഴലിക്കാറ്റിൽ മത്സ്യങ്ങളെ കടലിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് ബലമായി എടുത്തുകൊണ്ട് പോയതുപോലെ ഈ ഭൂമിയുടെ ഗുരുസ്ഥാകർഷണത്തെ ഭേദിച്ചുകൊണ്ട് നമ്മളുടെ ഭൗതികമായ ശരീരത്തെ രൂപാന്തരമുള്ള ശരീരമാക്കി നമ്മുടെ കർത്താവ് ബലമായി ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ തകർത്തുകൊണ്ട്, മാത്രമല്ല പിശാചിന് നമ്മുടെ മേലുള്ള സകല അവകാശവാദങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് മോശയുടെ ഭൗതിക ശരീരത്തെ കുറിച്ച് മിഖായേലിനോട് പിശാച് തർക്കിച്ചു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. നമ്മുടെ മേലുള്ള നമ്മുടെ ജനത്തിന്റെ മേലുള്ള സകല അവകാശവാദങ്ങളെയും നിഷ്ഫലമാക്കിക്കൊണ്ട് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം എല്ലാവരും എടുക്കപ്പെടും. കർത്താവിന്റെ മടങ്ങി വരവിന് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തെ മടങ്ങി വരവ് വിശുദ്ധന്മാരെ ചേർക്കാനാണെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവിന് രണ്ടാമത്തെ ഘട്ടത്തിൽ ഉലൂമലയിലേക്ക് വരുന്നത്, ആകാശമേഘങ്ങളെ വാഹനമാക്കി ഈ ഭൂമിയിലേക്ക് വരുന്നത്, ഉലൂമലെ കാൽ ചവിട്ടുന്നത് ഒരു ന്യായവിധിക്കായിട്ടാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിക്ക് ഒരു ന്യായവിധിയുണ്ട്. ലോകത്തിലെ സകല മനുഷ്യർക്കും ഒരു ന്യായവിധിയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവായ യേശു കർത്താവിന് വേണ്ടി ആമേൻ ആമേൻ വിശ്വാസത്തോടെ നിൽപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആമേൻ, ഇതാണ് നിങ്ങളുടെ സമയം. ഇന്ന് തയ്യാറാകാത്തവർ നാളേക്ക് ഒരു സമയം ഉണ്ടായെന്ന് വരികയില്ല. ഇത് അന്നാണ് സുപ്രസാദമായിരിക്കുന്ന കാലം. ഇതാണ് സുപ്രസാദമായിരിക്കുന്ന കാലം. കർത്താവായ യേശു കർത്താവിന്റെ ക്രൂശമരണവും കർത്താവായ യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവും തമ്മിൽ ആഴമായ വലിയ ബന്ധമുണ്ട്. ക്രൂശ് എന്നത് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെ ജീവൻ അർപ്പിച്ച സ്ഥലം. രണ്ടാമത്തെ വരവെന്നത് ആ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് വീണ്ടും മഹത്വത്തിൽ വരിക എന്നുള്ളതായിരിക്കുന്ന പ്രത്യാശയാണ്. യേശു കർത്താവിന് നമ്മോടുള്ള സ്നേഹം അളവറ്റതാണ്. ക്രൂശമരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ ഭാവിയാണെന്നാണ്. പാപത്തിനുള്ള ശിക്ഷ ഗുരുതരമാണ്. എന്നാൽ ദൈവസ്നേഹം അളവറ്റതാണ്. യേശു കർത്താവ് നമ്മുടെ പാപത്തിന് പകരമായി ക്രൂശിൽ മരിച്ച് ആർക്ക് നമ്മെ സ്നേഹിക്കാൻ കഴിയാത്ത ഭാര്യയ്ക്കോ അമ്മയ്ക്കോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ആർക്കും തരാൻ കഴിയാത്ത വലിയൊരു സ്നേഹം തന്നുകൊണ്ട് ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ വരവ് നമ്മെ ഓർപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഈ ലോകം ശാശ്വതമല്ല. കർത്താവ് തന്റെ ജനത്തെ വിട്ടുകളഞ്ഞിട്ടില്ല. ഒരു ദിവസം നീതി സ്ഥാപിക്കപ്പെടും. ദൈവമക്കളുടെ പ്രത്യാശ വെറുതെയാകില്ല. അതെന്ന് പറയുന്നത് ഈ രണ്ടിനും ഇടയിലെ ഒരു ബന്ധമുണ്ട്. ഈ രണ്ടോട് വിളിച്ചു പറഞ്ഞു, പിശാചിനോട് വിളിച്ചു പറഞ്ഞു, നിവൃത്തിയായി, സകലവും നിവൃത്തിയായി, രക്ഷയുടെ പൂർത്തി ക്രൂശിൽ പൂർത്തിയായി എന്നാണ് അർത്ഥം. അതിന്റെ പൂർണ്ണ ഫലം വരുന്നത്, രക്ഷിക്കപ്പെട്ടു എന്നതിന്റെ പൂർണ്ണമായ ഫലം വരുന്നത് യേശു കർത്താവിന്റെ മടങ്ങി വരവിലാണ്. മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനുള്ള വിശ്വാസികൾ രൂപാന്തരപ്പെടും. ദൈവരാജ്യം വെളിപ്പെടും.
ദുഷ്ടതയ്ക്ക് അന്ത്യം വരും. കർത്താവിന്റെ അത്താഴം നിങ്ങളെ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവനെ മരണത്തെ പ്രസ്താവിക്കുന്നു. അവന്റെ മനത്തെ പ്രസ്താവിക്കുന്നത് ക്രൂശമരണം. അവൻ വരുവോളം രണ്ടാമത്തെ വരവ് കർത്താവിന്റെ അത്താഴം പിന്നെ നമ്മെ കാണിക്കുന്നത് പിന്നോട്ട് തിരിഞ്ഞ് ക്രൂശിലേക്ക് നമ്മെ കാണിക്കുകയാണ്. എന്നാൽ ക്രൂശിലേക്ക് നമ്മൾക്ക് നോക്കുമ്പോൾ തന്നെ നമ്മൾ മഹത്വത്തിലേക്ക് മുന്നോട്ട് നോക്കുന്നു, മഹത്വത്തിലേക്ക് നോക്കുന്നു, കർത്താവിന്റെ വരവിലേക്ക്. ക്രൂശ് നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിക്കുകയാണ്. രണ്ടാമത്തെ വരവ് നമ്മെ ജാഗ്രതയിലേക്ക് വിളിക്കുകയാണ്. എന്താണ് ജാഗ്രത? കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രത്യാശയോടുകൂടെ കാത്തിരിക്കണം. കർത്താവ് പറയുന്നു, ഞാൻ നിനക്കായി മരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വരവ് നമ്മെ ഓർപ്പിക്കുന്നത്, നിനക്കായി ഞാൻ വീണ്ടും വരുന്നു. ക്രൂശ് സ്നേഹത്തിന് തെളിവാണ്, ശൂന്യമായ കല്ലറ ജയത്തിന് തെളിവാണ്. രണ്ടാമത്തെ വരവ് പ്രത്യാശയുടെ നിറവേറലാണ്. അതുകൊണ്ട് ക്രൂശ് നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ കർത്താവ് രണ്ടാമത്തെ വരവിൽ നമ്മെ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ക്രൂശില്ലാതെ രണ്ടാമത്തെ വരവിന് അർത്ഥമില്ല. ആമേൻ. രണ്ടാമത്തെ വരവിന് ക്രൂശിന്റെ പ്രത്യാശയില്ലാതെ പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ക്രൂശിന് മുമ്പിൽ അക്ഷരാർത്ഥത്തിലുള്ള ക്രൂശല്ല, ഒരു മരക്കുരിശല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം AD 30 7-ാം തീയതി ഒരു വെള്ളിയാഴ്ച മാനവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ അർപ്പിച്ചതായ, തന്റെ രക്തത്തെ നമുക്ക് വേണ്ടി നൽകിയതായ, തന്റെ ശരീരത്തെ നമുക്ക് വേണ്ടി തകർത്തതായ, നമുക്ക് വേണ്ടി ജീവൻ തന്നതായ കർത്താവിനെ നോക്കുക, ആ ക്രൂശിലേക്ക് നോക്കുക. ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ മനസാന്തരമില്ലാതെ ദൈവരാജ്യ അവകാശമാക്കാൻ കഴിയുകയില്ല. നിക്കോദെമോസ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ യൂദ പ്രമാണിയോട് കർത്താവായ യേശു കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യ അവകാശമാക്കുകയില്ല, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവരാജ്യ അവകാശമാക്കുകയില്ല, ക്രൂശില്ലാതെ സ്വർഗ്ഗം ലഭിക്കുകയില്ല എന്ന് ഇന്ന് രാത്രി അർത്ഥലിഖിതമായി ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു കർത്താവ് വേഗം വരുന്നു. മാറാനാഥ. വിശ്വാസമുള്ള ദൈവമക്കൾ കരമുയർത്തി പറഞ്ഞാട്ടെ, മാറാനാഥ, മാറാനാഥ, മാറാനാഥ. നമ്മുടെ കർത്താവായ യേശു കർത്താവ് വേഗം വരുന്നു. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന ഈ ഇവിടെയുള്ള എല്ലാ പ്രിയമുള്ളവരുടെ ദൈവമക്കളോട്, പ്രത്യേകിച്ചുള്ള പാസ്റ്ററോട്, ഈ മുറ്റമഞ്ഞിനെ കർത്താവിന്റെ വചനം അറിയിക്കുവാൻ ഒരുക്കി തന്നതായ പ്രത്യേക ലീഗ് സംഘങ്ങളോട് ഇവർക്കുള്ളതായിരിക്കും നന്ദി അറിയിച്ചുകൊണ്ട്, രാത്രിയിൽ വചനം ശ്രമിക്കാൻ വന്നിരിക്കുന്ന ഇവർക്കുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം ക്രൂശിനെ ധ്യാനിക്കുന്ന ഒരു ഗാനം നമുക്ക് ചേർന്ന് പാടി അവസാനിപ്പിക്കാം. ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ God.